ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മലയാളിയായ വില്ലി ആന്റണിയാണ് ഈ പടുകൂറ്റൻ കപ്പലിന്റെ കപ്പിത്താൻ. ഇപ്പോൾ വാട്ടർ സല്യൂട്ടിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിഴിഞ്ഞത്തേക്ക് വരുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന നമ്മുടെ സ്വന്തം വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്നതിന്റെ കാഴ്ചകളാണ് കാണുന്നത്. മനോഹരമായ ദൃശ്യങ്ങൾ. കടലിൽ ഇപ്പോൾ MSC ഐറീനയ്ക്ക് വാട്ടർ സല്യൂട്ട് കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ദൃശ്യങ്ങൾ. നല്ല ഈ പ്രഭാതത്തിലുള്ള സുന്ദരമായ കാഴ്ചകളിലൊന്നാണ്. വിഴിഞ്ഞത്തേക്ക് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന ഇപ്പോൾ തുറമുഖത്തേക്ക് വരികയാണ്. മലയാളിയായ വില്ലി ആന്റണിയാണ് ഈ പടുകൂറ്റൻ കപ്പലിന്റെ കപ്പിത്താൻ. ഈ കപ്പൽ എത്തുന്നത് വലിയ വിഷയമാണ്, വലിയ വാർത്തയായി തന്നെ മാറിക്കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം പുറംകടലിൽ കപ്പൽ എത്തിയ ഈ കപ്പലിനെ ഉടൻ തന്നെ ബർത്തിൽ അടുപ്പിക്കും എന്നാണ് അറിയുന്നത്. വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമ്മൾ സാധാരണ വിഴിഞ്ഞത്ത് ഈ മദർ പോർട്ടിലേക്ക് വരുന്ന എല്ലാ വലിയ ഷിപ്പുകൾക്കും ഇതേപോലെ വാട്ടർ സല്യൂട്ടുകളൊക്കെ കൊടുക്കാറുണ്ട്. ഇത് മറ്റൊരു നാഴികക്കല്ലാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം. വിഴിഞ്ഞത്ത് നിന്ന് അരുൺ സോളമനുണ്ട്. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ് അരുൺ സോളമൻ. മനോഹരമായ കാഴ്ചയാണ്. ഇപ്പോൾ ഈ വിഴിഞ്ഞത്തേക്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എടുക്കുകയാണ് അല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. തീർച്ചയായിട്ടും ജൂൺ 3-ാം തീയതിയാണ് വിഴിഞ്ഞം പുറംകടലിൽ MSC ഐറീന നങ്കൂരമിട്ടത്. ഇപ്പോൾ ചരിത്ര മുഹൂർത്തം എന്ന് തന്നെ പറയാം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാട്ടർ സല്യൂട്ട് നൽകി ഗംഭീര വരവേൽപ്പ് ഇപ്പോൾ ഈ ഐറീനയ്ക്ക് നൽകുകയാണ്. ഐറീനയെ പറ്റി പറയുമ്പോൾ ഇതുവരെ വിഴിഞ്ഞത്തെത്തിയ കൂറ്റൻ മദർഷിപ്പുകളിൽ ഏറ്റവും വലിയ കപ്പൽ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം MSCയുടെ സീരീസുകളിൽ ഏറ്റവും കൂറ്റൻ മദർഷിപ്പാണ് എന്നുള്ളതാണ് നിലവിൽ ഇതിൻ്റെ സവിശേഷത. ഇതിൽ നിലവിൽ 22 നിലയോളം വരുന്ന വലുപ്പമുള്ള കപ്പലാണ്. ഒരു ഫിഫ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ 4 ഇരട്ടി വലുപ്പമുള്ള കപ്പൽ എന്നുള്ളതാണ് നിലവിൽ ഈ കപ്പലിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് കണക്കാക്കുന്നത്. നിലവിൽ 399.9 മീറ്റർ നീളവും അതുപോലെ തന്നെ ജലനിരപ്പിൽ നിന്ന് വെള്ളത്തിനടിയിലേക്ക് 16.2 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പലാണ്. അത്തരത്തിൽ വലിയ കപ്പലാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ എത്തുന്നത്. സിംഗപ്പൂരിൽ നിന്ന് തിരിച്ച് ഇപ്പോൾ വിഴിഞ്ഞത്ത് എത്തിയതിനു ശേഷം ഇവിടെ 4000-ഓളം വരുന്ന കണ്ടെയ്നറുകൾ ഇറക്കി തിരികെ സ്പെയിനിലായിരിക്കും ഈ കപ്പൽ മടങ്ങുക. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെയും 10ഓളം വരുന്ന MSCയുടെ സീരീസുകൾ തന്നെ 10ഓളം വരുന്ന കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്താൻ കാത്തു കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. അത്തരത്തിൽ വിഴിഞ്ഞം ലോക ശ്രദ്ധ നേടുന്ന ഒരു തുറമുഖമായിട്ട് ഈ ദിവസങ്ങളിൽ മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയായിട്ടാണ് ഇപ്പോൾ ഈ MSC ഐറീന എത്തുമ്പോൾ മാറുന്നത്. നേരത്തെ MSC സീരീസുകൾ തന്നെ തുർക്കി അതുപോലെ തന്നെ ക്ലൗഡ് ജെറാഡിട്ട് അടക്കമുള്ള കപ്പലുകൾ ഇവിടെ എത്തിയപ്പോൾ കൂറ്റൻ മദർഷിപ്പ് എന്ന് തന്നെയാണ് നമ്മൾ വിശേഷിപ്പിച്ചത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ കണ്ടെയ്നർ ശേഷിയാണ് ഈ കപ്പലിനെ വ്യത്യസ്തമാക്കുന്നത്. 24,346 TEU കണ്ടെയ്നർ വഹിക്കാനുള്ള ശേഷി ഇപ്പോൾ ഈ കൂറ്റൻ മദർഷിപ്പിനുണ്ട് എന്നുള്ളതാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂർ പാലോക്കൽ സ്വദേശിയായിട്ടുള്ള വില്ലി ആന്റണി എന്ന് പറയുന്ന മലയാളി കൂടിയായിട്ടുള്ള കപ്പിത്താനാണ് ഈ കപ്പലിനെ നയിക്കുന്നു എന്നുള്ളതാണ്. 120ഓളം വരുന്ന തുറമുഖ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അദ്ദേഹം ഈ കപ്പലുകൾ നയിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ക്രൂവിനൊപ്പം 35ഓളം വരുന്ന ടീം ആണ് ഇപ്പോൾ ഈ MSC ഐറീനയ്ക്ക് ഒപ്പമുള്ളത്. പക്ഷേ ഏറെ ദൗർഭാഗ്യകരമെന്ന് പറയുന്നത് ഈ വിഴിഞ്ഞത്തിന് ഇപ്പോൾ ഈ നിലവിൽ ഒരു ക്രൂ ചേഞ്ച് ചെയ്യാനുള്ള അംഗീകാരം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കരയിൽ പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമാണെന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഓക്കെ, താങ്ക് യു അരുൺ സോളമനാണ് ഈ മനോഹരമായ കാഴ്ച പ്രേക്ഷകർക്ക് നൽകുന്നത്. വാട്ടർ സല്യൂട്ടിൽ MSC ഐറീനയെ നമ്മൾ വിഴിഞ്ഞത്തേക്ക് സ്വീകരിക്കുകയാണ് പ്രേക്ഷകരെ. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ഇപ്പോൾ മദർഷിപ്പ് നമ്മളുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.